ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഡേ തീമിലുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. പക്ഷേ ഇത് വളരെ ലേറ്റ് ആയിട്ടുള്ളൊരു അപ്ലോഡാണെന്ന് എനിക്കറിയാം. കാരണം നാളെയാണല്ലോ ഫ്രണ്ട്ഷിപ്പ് ഡേ. നമ്മുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഈ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഞാനൊരു ന്യൂട്ടല്ലാൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ 2 ലെയർ ബേസ് കോട്ട് അടിക്കണം. വൈറ്റ് ആക്രിലിക് കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബേസ് കോട്ട് കൊടുക്കുന്നത്. സ്റ്റിക്കി സ്പോഞ്ചാണ് പെയിൻറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് കോട്ട് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ട് അടിക്കും. സെക്കൻഡ് കോട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമ്മളിതിൽ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ബേസ് കോട്ടൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൽ വരയ്ക്കാനായിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ ഇമേജ് എടുത്തത്. ക്യൂട്ട് കാർട്ടൂൺ ഗേൾസ് എന്നാണ് ഞാൻ സെർച്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഇമേജ് കിട്ടി. ഇതാണ് ആ ഇമേജ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ നോക്കി വരയ്ക്കാം. അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് കാർബൺ പേപ്പർ വെച്ച് കോപ്പി ചെയ്യാം ബോട്ടിലേക്ക്. അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ട്രേസ് ചെയ്തെടുത്തിട്ട് കുപ്പിയിലേക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ ഞാനിതെന്തായാലും ഒന്ന് വരച്ച് നോക്കാൻ തീരുമാനിച്ചു. ഇത്രയും പെർഫെക്റ്റ് ഒന്നും ആയില്ലെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് ട്രൈ ചെയ്യാം. വരയ്ക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, പ്രിൻ്റ് എടുക്കുക, കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ട്രേസ് എടുക്കുക, കോപ്പി ചെയ്യുക. ഇനി ഞാൻ ഔട്ട്ലൈൻ ഒരു പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് കൊടുക്കുകയാണ്. പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ വാർണിഷ് അടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ മാർക്കറാണ് യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ സ്പ്രെഡ് ആവും. അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു തിൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഔട്ട്ലൈൻ കൊടുക്കാം. പക്ഷേ ഞാനിവിടെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഞാൻ ഈ ബോട്ടിൽ വാർണിഷ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വാർണിഷ് ചെയ്തിട്ട് എങ്ങനെ മാർക്കർ യൂസ് ചെയ്യാം നോക്കാം. അപ്പം നമ്മൾ പെയിൻ്റൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വാർണിഷിൻ്റെ കോട്ട് കൊടുക്കുക. അതിന് ശേഷം ഔട്ട്ലൈൻ മാത്രം വാർണിഷ് ഡ്രൈ ആയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വരച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ മാർക്കർ പെർമനൻ്റ് ആയതുകൊണ്ട് തന്നെ പോവുകയില്ല. വാർണിഷിൻ്റെ മുകളിൽ വരയ്ക്കുന്നത് കൊണ്ട് സ്പ്രെഡ് ആവുകയില്ല. ഇപ്പോൾ ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് അത് ക്ലിയർ ചെയ്തത് കേട്ടോ. അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് ഇത് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളർ കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പിങ്ക്, ലൈറ്റ് ബ്ലൂ, യെല്ലോ, റെഡ് ആ ഒരു കളർ കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, കളർ ഫില്ലിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പെയിൻറ്റിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്തത് ഒന്ന് മങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഒന്നും കൂടി നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ അത് ഡാർക്ക് ആയിക്കോളും. പുറകിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള എന്തെങ്കിലും കോട്ട്സോ എന്ത് വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആദ്യം ബ്ലാക്കിൽ എഴുതിയിട്ട് പിന്നെ ഗോൾഡൻ കളർ വെച്ചിട്ട് എഴുതുന്നുണ്ട്. ഇത് ക്രാഫ്റ്റ് പഞ്ചാണ്, ഫ്ലവർ ഷേപ്പിലുള്ള ക്രാഫ്റ്റ് പഞ്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ പഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് കേട്ടോ. നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഈ എംബലിഷ്മെൻറ്റ്സ് ഒന്നും വാങ്ങുകയും വേണ്ട. ഇങ്ങനെ ഒരു പഞ്ച് ഉണ്ടെങ്കിൽ ഫോം ഷീറ്റ് ജസ്റ്റ് പഞ്ചിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുക. പിന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് കിട്ടും. അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ബോട്ടിലിൽ. വെറുതെ ബോട്ടിലിൽ ഇങ്ങനെ ഈ ഡിസൈൻ മാത്രം സ്റ്റിക്ക് ചെയ്താലും ഭംഗിയാണ്.
ഇപ്പോൾ ബോട്ടിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോട്ടിൽ നെക്കിൻ്റെ അവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് റെഡ് കളർ ത്രെഡ് വെച്ച് ചുറ്റാം, അല്ലെങ്കിൽ റെഡ് പെയിൻറ്റ് കൊടുക്കാം. അപ്പം ഞാൻ റെഡ് പെയിൻറ്റ് കൊടുത്തിട്ട് അതിൽ ഒരു ബോ വയ്ക്കുകയാണ്. റിബണിൻ്റെ ബോ ഇല്ല, നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ വയ്ക്കുന്ന പോലത്തെ ഒരു കുഞ്ഞു ബോ വയ്ക്കുകയാണ്. ഒരു സാറ്റിൻ റിബണിൻ്റെ ബോയാണ് കേട്ടോ. ഈ ബോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ പൊതിയുമ്പോൾ നമ്മളൊരു ബോ വയ്ക്കില്ല, അങ്ങനെ ഒരു ബോ സ്റ്റിക്ക് ചെയ്താലും മതി. ഇനി ഈ ബോട്ടിലിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസൊക്കെ പാസ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ എഴുതി റോൾ ചെയ്തിട്ടിട്ട് കൊടുക്കാം. ഈ ജാറ് മുഴുവൻ പോസിറ്റീവ് തോട്ട്സ് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. നിങ്ങൾക്ക് ഈ ബോട്ടിൽ ആർട്ട് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി.